ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. ഹെഡ് ഒന്നുകൂടെ മാറ്റി, ഇനിയിപ്പോ മാറ്റി വിളിക്കുന്ന നിർബന്ധമായി. ഹെഡ് ടൈല് അറിയാം, അതെന്നെ പറഞ്ഞ. ഓക്കെ, ഫസ്റ്റ് വൺ. ഫസ്റ്റ് കിഴി ഒരു അടാറ് സാധനം തരും. ഓക്കെ, വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഫസ്റ്റ് സോങ് ഇന്ന് 6 മണിക്ക് വരും കേട്ടോ. പൊളി, ത്രില്ലോട് ത്രില്ല്. 6 മണിക്ക് കഴിഞ്ഞ ദിവസം മറ്റേ ഇതിന്റെയും വന്നിട്ടുണ്ട് കേട്ടോ. ഏതാ? ആവേശത്തിന്റെ സോങ് അല്ലേ? അടുത്തത് എക്സിറ്റ് സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞു. എ സർട്ടിഫിക്കറ്റ്. വൈശാഖ് നായരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. എന്താ ഷഹീം എന്ന് പറഞ്ഞ ആളാണ്. ഷഹീം ആണ് ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. സിനിമ ഭയങ്കര ഇതൊരു പ്രത്യേകതരം ജോണറാണ്. ത്രില്ലറാണ് സാധനം. ആളൊരു നരഭോജിയൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത കിഴി പ്രേമലു സിനിമ 70 കോടി ക്ലബിൽ. അങ്ങനെ ക്ലബുണ്ടോ? അത് ഇപ്പൊ എല്ലാം ക്ലബ് ഉണ്ടാക്കാം. 60 കോടി ക്ലബ് ഉണ്ടാക്കാം, 30 കോടി ക്ലബ് ഉണ്ടാക്കാം. അതെല്ലാം അങ്ങനെ. അപ്പൊ നമുക്ക് തോന്നുകയാണ് ഇത് 70 കോടി ക്ലബ്. എന്തായാലും 70 കോടി കളക്ഷൻ നേടിയിരിക്കുന്നു. വെറും 10 കോടിക്കുള്ളിൽ അങ്ങനെ പറയാം. 10 കോടിക്കുള്ളിൽ ബഡ്ജറ്റ് വെച്ചിട്ട് 70 കോടി അടിച്ചു. ഇനി ഇത് പോകുന്നത് എങ്ങോട്ടാ? 100ലേക്ക്. 120 നിന്നെങ്കിൽ കാണാം. കാരണം ഇത് തെലുങ്കിൽ ഡബിൾ വേർഷൻ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് നമ്മുടെ SS രാജമൗലിയുടെ മകനാണ് ഇത് വിതരണത്തിനെടുത്തിട്ടുള്ളത്. സംഭവം ഇനി അതുക്കും മേലെയായിരിക്കും അതിന്റെ പോക്ക്. ഒരു പോസ്റ്റർ ഉണ്ട്, കൊടൂരം. അതായത് നമ്മുടെ ബാഹുബലി ആയിട്ടല്ലേ, അത് വെച്ചിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ സിനിമ? ഇത് കണ്ടാൽ തന്നെ സിനിമ ആണെന്ന് തോന്നുന്നു. പോസ്റ്റ് ചെയ്തേക്കുന്നത് എന്താ സൂപ്പർ, എന്തൊരു അടിപൊളി. അതായത് നമ്മുടെ ശ്യാമില്ലേ, ആദ്യ കഥാപാത്രം ചെയ്ത് ആ ക്യാരക്ടറിന്റെ അത് കണ്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിന്റെ എന്താ ഇന്ന് വരുന്ന ദേവരാഗം സോങ് അറിയാലോ. ദേവരാഗം 2.0. ഓടക്കോടൊക്കെ പിടിച്ചിട്ടൊരു ഓട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് അത് കൂടി പറഞ്ഞിട്ട് പോകണം. ആ സമയത്ത് അത് കാണുമ്പോ മറ്റേ നമ്മുടെ നെൽസനും മറ്റേ ചെക്കനും ഇട്ട അമ്പോ, ആ സമയത്ത് അവരുടെ എക്സ്പ്രഷനാണ് ഭയങ്കര രസമായിട്ടുള്ളത്. കിട്ടില്ല സാധനം. അടുത്തത് മഞ്ഞുമൽ ബോയ്സ്. അടുത്തത് കൊടൂരായിട്ട് 7 ദിവസം കൊണ്ട് 50 കോടി ക്ലബില്. എന്റെ മോനെ, കൊളത്തനൊക്കെ പറഞ്ഞ ഇങ്ങനെ ഭയങ്കരം അത്ഭുതം. എന്തായാലും തമിഴ്നാട്ടില് ഉദയനിധി സ്റ്റാലിൻ പിന്നെ കമൽഹാസൻ ഇവരൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്. മിക്കവാറും അവർ വിതരണത്തിന് എടുക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. ഗുണാക്കേവിന്റെ ഓണർ കണ്ടുവന്നു. ഗുണാക്കേവ് പേരിടാൻ കാരണമായ കമൽഹാസൻ അല്ലേ. എന്തായാലും ആ ഒരു ഗുണ സിനിമ അല്ലേ, അതിന്റെ ആ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അത് സിനിമയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി മാർക്കോ. എല്ലാം കൊടൂരാണല്ലോ. മാർക്കോ സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് നാളെ 5 മണിക്ക് വരും. അതായത് ഫ്രൈഡേ. നമ്മുടെ അനീഫാദേനി ബോസാൻകോ എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് മാർക്കോ. മാർക്കോ ആരാന്നറിയാലോ? മിഖായലിലെ ഉണ്ണിമുകുന്ദന്റെ ക്യാരക്ടർ മാർക്കോ. കൊള്ളാം. ഓക്കെ, ജോർജ് വർഗീസിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെയാണ് ക്യാപ്ഷനും അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത്. ജോജുവിന്റെ പണി കഴിഞ്ഞു. അത് ജോജു ചെയ്യുന്ന പണി കഴിഞ്ഞു. അത് തന്നെയാണ്. അല്ലാണ്ട് ഈ സിനിമയെ ഇങ്ങനെ വരുമ്പോഴേ, സിനിമ ഒരു മോശം സിനിമയാണെങ്കിലേ ഈ പണി ഞങ്ങളോട് വേണ്ടായിരുന്നു കേട്ടോ. വല്ലാത്ത പണിയായി പോയി. എന്തൊക്കെ പണി അറിയോടെ അങ്ങനെ എന്തൊക്കെ ചോദിക്കൂലേ. പിന്നെ അല്ലെങ്കിൽ ഈ നല്ല അഭിപ്രായം വരികയാണ്. അപ്പോൾ കിടിലൻ പണി, ജോജുവിന്റെ പണി സൂപ്പർ. ജോജുവിന് പണി അറിയാം, എന്തൊക്കെയായിരിക്കും, അങ്ങനെ സൂപ്പർ ആയിരിക്കും അതിന്റെ ക്യാപ്ഷൻസ് ഒക്കെ.
അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. അല്ലേ, അതൊരു വൈബാട്ടോ അങ്ങനത്തെ കമന്റ് അതെ, വായിക്കാം. ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ ട്രെൻഡിങ് ആയ കുറെ കമന്റ്സ് ഉണ്ടല്ലോ. മറ്റേ എന്താ ഓരോ ബിസിനസ്സുകൾ പറഞ്ഞു കൊടുക്കുന്നത്, പാരസെറ്റാമോൾ വേറെ മാറ്റി വായിച്ചു കൊടുക്കും. അതല്ലേ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം. ഏതോ ഒരു സാധനത്തിൽ നിന്ന് ചന്തിയും മന്തിയും വേർതിരിച്ചു കൊടുക്കുന്നു. അത് ഇഷ്ടപ്പെടും. എനിക്കതിൽ മന്തി ഇഷ്ടം. അതാ പറഞ്ഞ അത് ഇഷ്ടപ്പെടും. ചന്തി എന്നുള്ളത് കണ്ടപ്പോ പിന്നെ ഓർമ്മ വന്നു, മന്തി എന്ന് കണ്ടപ്പോ അപ്പോഴും പിന്നെ അത് ഇവർക്ക് അറിയാം ഇതിനകത്ത് മന്തി ആർക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെ, എനിക്കും. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ, ഇങ്ങ ഞാൻ താണ്ടാ കിങ്. ഉണ്ടയാണ് കിഴി കഴിയുമ്പോ അറിയാം കിങ്ങിന്റെ അവസ്ഥ എന്താണ്. കിങ് അല്ല അല്ലല്ലേ? ആ ഓക്കെ. റൈറ്റ് മൈൻഡ് ഉള്ളിലേക്ക് കിഴി തുടങ്ങി കഴിഞ്ഞാൽ മൈൻഡ് ശരിയല്ല. കിഴി തുടങ്ങിയാൽ മാത്രമേ ഉള്ളൂ. കിഴി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇങ്ങ ഞാൻ താണ്ടാ കിങ് എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. വ്യക്തമായോ? സന്തനം നായകനാവുന്ന സിനിമയാണ്. സന്തനല്ല, സന്താനം. സോറി, സന്തനം നമ്മുടെ വിജയ് സേതുപതിയിലേക്ക് പോയി. വിക്രം സന്താനം നായകനാവുന്ന സിനിമ. അതെ, എങ്ങനെയുണ്ട്? കൊള്ളാം. ആനന്ദ് നാരായണനാണ് അല്ലേ ഡയറക്ഷൻ? ഓക്കെ. ലക്കി ഭാസ്കർ സിനിമയുടെ ലൊക്കേഷൻ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. കാണാം. ഇത് കേരളമല്ല സുഹൃത്തുക്കളെ, കേരളമല്ല. ഈ നടൻ ഒരു തെലുങ്ക് ആക്ടറല്ല, ചിന്തിക്കണം. ഒരു മലയാള നടനാണ്. അങ്ങേരുടെ ഒരു റേഞ്ച് എന്ന് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഈ ഷാറുഖ് ഖാനൊക്കെ വരുന്നത്. സത്യമായിട്ടും ഷാറുഖ് ഖാൻ ഇപ്പം ഹിന്ദിക്കാരൻ മാത്രം എന്ന് പറയാൻ പറ്റൂല. വിജയ് ഇവരൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഓളം കണ്ടിട്ടുള്ളത് കേട്ടോ. വല്ലാത്ത ജനങ്ങൾ, അതും ഫുള്ള് പെങ്കും. അതാണ് എനിക്ക് അസൂയ. അതാ എനിക്ക് തീരെ പറ്റിയിട്ടില്ല. മൊത്തം പെൺകുട്ടികൾ. നീ എന്താ കരുതി ദുൽഖറടാ DQ അല്ലെ? വേറെ കാര്യമുണ്ട്. ഇതൊരു ഏതെങ്കിലും ഒരു ഇനാഗ്രേഷൻ പോയതല്ല കേട്ടോ, പ്രോഗ്രാമിന് പോയതല്ല. ഇതൊരു ലൊക്കേഷൻ വീഡിയോ ആണ്. ഏതൊരു മോളിലേക്ക് ലൊക്കേഷന്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. അതിനാണ് ഇമാതിരി ജനങ്ങളോട് കൂടിയുള്ളത്. കൊടൂരം. ഓക്കെ, അടുത്ത കിഴി. അപ്പൊ ലക്കി ഭാസ്കർ കൊണ്ടുവന്നിട്ട് അത് നിന്റെ ലക്കാണ് കേട്ടോ അത് കിട്ടിയത്. അറിയാടാ. ഇനി എൻ്റെ ലക്ക് എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ. ഓ, ഐ ആം വെരി ലക്കി. മകൻ നിനക്ക് വന്നപ്പോൾ ഫാദർ എനിക്ക് വന്നടാ, എൻ്റെ കൂടെ വന്നടാ. ഭ്രമയുഗം സിനിമയുടെ ന്യൂ പോസ്റ്റർ. ഈ പോസ്റ്റർ എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണിത് കൊണ്ടുവന്നത്. ഇതേ പോസ്റ്റർ. എന്താ സാധനം ഇതാ സിനിമയില് ഈ സീൻ കാണുമ്പോ. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു ചിരിയുണ്ട്. ആ പോസ്റ്ററിൽ നോക്ക്, ചിരിക്കുന്ന കുത്തിയ ആളാര്, കുത്ത് കൊണ്ട ആളാര്, അവരുടെ ഭാവം എന്ത്. സാധാരണ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ആ പ്രാന്തില് ചിരിയൊക്കെ വരും. ഇത് കുത്ത് കൊണ്ടോ കരയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത് നേരെ ചിരിച്ചോണ്ട് നിൽക്കുക. അടിപൊളി ഒരു പോസ്റ്റർ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ മാത്രമല്ലടാ, അങ്ങ് ബോളിവുഡിൽ കൊണ്ടുവരാ പിടിയെന്ന് പറഞ്ഞ അവസ്ഥയാണ്. പ്രമേഹം അവിടെയും ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ബോളിവുഡിൽ. അതായത് ബോളിവുഡ് സംവിധായകൻ വിക്രമാദിത്യ മോട്ട്വാനി ആണ് പറഞ്ഞിരിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് പ്രമേഹം. അങ്ങനെ മാത്രമൊന്നുമല്ല, ഓരോ പേര് പറയുന്നുണ്ട് ഈ സംഭവം അല്ലേ, വേറെ റേഞ്ചിലേക്ക് എത്തിച്ചു. അടുത്തത് വേട്ടയ്യൻ. വേട്ടയ്യൻ സിനിമയുടെ അവസാന ഷെഡ്യൂൾ ഹൈദരാബാദിലാണ് ഷൂട്ട് നടക്കാൻ പോകുന്നത്. ടീം അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ഷെഡ്യൂൾ. ഓക്കെ. അപ്പോൾ അടുത്ത കിഴി. വാടാ. ആസിഫ് അലി നമ്മുടെ മജീഷ്യൻ സാമ്രാട്ടാകുന്നു എന്ന റൂമേഴ്സ് വരുന്നു. ഈ റൂമർ എങ്ങനെ വന്നു എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. റൂമർ വന്നത് എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഒരു സിനിമ ഹൗഡി അതിന്റെ അതിൽ കൊടുത്തിട്ടുണ്ട്. മാജിക്കിന്റെ സാധനമാണ് ക്യാപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹൗഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു മജീഷ്യനായിരുന്നു എന്നുള്ള പേര്. കിങ് ആണ്, മജീഷ്യന്റെ കിങ് ആണ്. അപ്പം ആ സിനിമ തന്നെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അല്ല, ഇനിയിപ്പോ അത് വേറെ ഇത് വേറെ രണ്ട് സിനിമ ഒരേ ജോണറിലുള്ള സാധനം ചെയ്യും? ഒരിക്കലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം ഒന്നാമത് മാജിക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെ ആവുമ്പോ എടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. വേറെ ആരെങ്കിലും ഒക്കെ ചെയ്താൽ ശരി. ആസിഫ് അലി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേറെ സിനിമയാണ്. അതെ, ഒരേ നടൻ
ഈ രണ്ട് രീതിയിലുള്ള സിനിമ അതും ഒരേപോലത്തെ സംഭവം ചെയ്യുമോ എന്നുള്ളതാണ്. ഒരിക്കലും ചെയ്യാൻ ചാൻസ് കുറവാണ്. ഇത് തന്നെ ചിലപ്പോൾ ഈ സിനിമേനെ തന്നെ ആയിരിക്കാം അതെ ഒരു ഉദ്ദേശിക്കുന്നത്. എന്താണ് ഹൗഡ്നി? ഹൗഡ്നി എന്താണ്, എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാന്നുള്ളത് അറിഞ്ഞൂടാ കേട്ടോ. ഹൗഡ്നി. കൊള്ളാം, നൈസ് വണ്ണടാ. ഇനി ചോദിക്കരുത്, ഇല്ല ഒറ്റ പ്രാവശ്യം കിട്ടും. വേറെ രീതിയിലാണ്. അടുത്തത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഗോഡ്. എന്തേ എന്നെ വിളിച്ചോ? ഞാൻ അട്ടഹാസം, അതായത് ഞാൻ കീഴിലെ റേഞ്ചിലേക്ക് എത്തിയതിന്റെ ഒരു ദമ്മു വന്നതാണ്. എന്താണെങ്കിലും സിനിമയുടെ ഷൂട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മോസ്കോയിലാണ്. ലൊക്കേഷൻ പിക്ക്. ഇത് നമ്മുടെ അർച്ചന കൽപ്പാത്തി ഇട്ടിട്ടുള്ളത്. ഓക്കെ, അടുത്ത കിഴി ബാദുഷാ വിപിൻ ദാസ്. ബാദുഷാ അടുത്തതായി പ്രൊഡക്ഷനിൽ ഇറങ്ങി ഒരു അഡാറ് സാധനം പുറത്തുവിടാനിരിക്കുന്നു. അതിൻ്റെ സംവിധാനം വിപിൻ ദാസ് നിർവഹിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പോസ്റ്റ് ഉണ്ട്, ദേ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോ. കിട്ടുന്ന ഒരു തിയേറ്റർ സാധനം വരുന്നുണ്ടെന്നാണ് കൊടുത്തിട്ടുള്ളത്. വിപിൻ ദാസ് ജയ 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 ഹേ. പിന്നെ ഏതാ ഗുരുവായൂർ അമ്പലനടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ കഴിഞ്ഞല്ലേ, ഷൂട്ട് കഴിഞ്ഞല്ലേ? എമ്പുരാൻ സിനിമയില് എനിക്ക് വിജയത്തിൽ ഞാൻ കൂടുതൽ സന്തോഷവാനാവില്ല. ഇതില് ആ മറ്റേ കിഴില്ലേ, മറ്റേത് അത് ഇവരെ കിട്ടണമായിരുന്നു. അല്ല, അത് നീ എടുത്തപ്പോഴും ഞാൻ പറയാനുള്ള കാര്യം ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളത് എന്താണെന്ന് നമുക്കറിയാലോ. പക്ഷെ എമ്പുരാൻ കിട്ടിയപ്പോൾ തന്നെ അതിന്റെ അർത്ഥം ആണല്ലോ, ദൈവത്തിനും താഴെ. അതെ, പിന്നെന്താണ് ചെകുത്താന്റെ മുകളില് രണ്ടിന്റെ നടുക്കുള്ളതാണ്. എന്താണെങ്കിലും എമ്പുരാൻ സിനിമയില് അപ്പൊ ഇവിടെ ചെകുത്താൻ ഞാൻ തന്നെ. ഇനി വേറൊരു സാധനമാണ് പറയാൻ പോണത്. കൊറിയയുടെ ലാലേട്ടൻ കൊറിയൻ സിനിമകളിലെ സിനിമയിൽ ഉണ്ടാവുന്ന ഭയങ്കര ശക്തമായിട്ടുള്ള റൂമറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മായ്ച്ചു കളയുന്ന തന്നെ ആയിരിക്കും നല്ലതെന്നാട്ടോ എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ സംഭവിക്കുമോ? അത് മാത്രല്ല, ഫേക്കാണ് എന്നുള്ള രീതിയിൽ തന്നെ ചില സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും വിശ്വസിക്കാൻ പറ്റൂല. ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അതാണ് ഈ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പൃഥ്വിരാജാണ്. എവിടുന്നെങ്കിലും ഒക്കെ തപ്പിപ്പിടിച്ചെങ്കിൽ കൊണ്ടുവരും. എവിടുന്നെങ്കിലും കൊണ്ടുവരില്ല. ഞങ്ങൾക്ക് അതേ ഡോളി തന്നെ വേണം. അതൊന്നും പറയാൻ ഡോളി ആയ പേര് അല്ലാട്ടോ, നമ്മള് പറയാൻ പറ്റില്ല. ഇന്ന ചെറുക്കം വിളിച്ചിരുന്നേ പൃഥ്വിരാജ് ഡോളി ആയിട്ട്. അത് എലി ആവാനായിരിക്കും, ഡോളി ആവാനായിരിക്കും. അതായത് നിന്റെ പേര് മാറ്റുക എന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കാം മേ ബി. എന്നിട്ട് എന്നെ കൊണ്ടുപോയി നിർത്തും ഡോൺലി ആയിട്ട്. അതാ പറഞ്ഞു, ഡോൺലി ആയിട്ടായിരിക്കും, എലി ആയിട്ടായിരിക്കും. വാ തുറക്കുന്നതിന് മുന്നേ കൊല്ലുന്ന സീനാണ്. തുറന്നു കൊന്നു, അത്രേ ഉള്ളൂ. കഴിഞ്ഞു. അതായത് ലിയോയില് അനുരാഗ് കശ്യപിനെ കൊണ്ടുവന്ന പോലെ അറിഞ്ഞിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞു. ഷൂട്ട് തീർന്നത് പോയിക്കോളാൻ പറഞ്ഞത്. വെടിയുണ്ടു ചത്തു. എന്താണെങ്കിലും ഇത് എത്രമാത്രം സത്യമാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ഗംഭീരം ആ സിനിമ. അതെ, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമേന്റെ റേഞ്ച് മാറി വേറെ ലെവലിലേക്ക് മാറി. അത് മലയാള സിനിമ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല പിന്നെ സത്യം. പക്ഷെ എന്തായാലും ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, അതായത് ഇപ്പൊ വരുന്ന പല ഇന്ന ആളുണ്ട് ആ ആളുണ്ട് എന്നൊക്കെ പറയുന്നത് ഫേക്കാണ് എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഒരു ഒഫീഷ്യലായിട്ട് കാസ്റ്റിംഗ് എല്ലാവരും പുറത്തുവിടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പുറത്തു വിടട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് തീരുമാനിക്കാം ഡോളി ഇല്ലാന്ന്. അപ്പൊ എന്തായാലും നമ്മൾ പോവാണ്. ലൊക്കേഷൻ സ്റ്റില്ലൊക്കെ ഇടയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു പോയില്ലേ, ഞാൻ ഈ ആവേശത്തിൽ നിൽക്കുന്നതുകൊണ്ട്. എന്തായാലും പോവാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.